ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ താരീഖിലെ 1ാം പാഠമായ ആദ്യത്തെ ക്ഷണം എന്ന പാഠത്തിലെ തെദ്രിബാത്താണ്. അത്തെദ്രിബാത്ത് 1. ഉത്തരം പറയാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങി എപ്പോൾ? നുബൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. 2. പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പ്രായം 10 വയസ്സായിരുന്നു. 4. ആദ്യം ദീനീ പഠനം നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർക്കാം, അർക്കാമിൻ്റെ വീട്ടിൽ വെച്ചാണ് ദീനീ പഠനവും ആരാധനകളും നടത്തിയിരുന്നത്. 2. പൂരിപ്പിക്കാം. 1. അടിമത്തമോചനം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്? അടിമത്തമോചനം ലഭിച്ചവരിൽ നിന്ന് സെയ്ദ് ഇബ്നു ഹാരിസത്ത റളിയല്ലാഹു അൻഹുവുമാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. 2. ഇസ്ലാം സ്വീകരിച്ചവരെയും തടസ്സമുണ്ടാക്കുകയും ചെയ്തു. ഇസ്ലാം സ്വീകരിച്ചവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുറൈശികൾ ഉപദ്രവിക്കുകയും പ്രബോധനത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്തു. വിഗ്രഹാരാധന വർജിക്കാനും ഉപദേശിച്ചു. വിഗ്രഹാരാധന വർജിക്കാനും ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനും ഉപദേശിച്ചു. 3. ചേരുംപടി ചേർക്കാം. 1. വിഗ്രഹ ആരാധന നമുക്ക് പാടില്ല. 2. രഹസ്യ പ്രബോധനം 3 വർഷക്കാലം. 3. അലി റളിയല്ലാഹു അൻഹു കുട്ടികളിൽ ആദ്യത്തെ മുസ്ലിം. 4. ഇസ്ലാമിക പ്രബോധനം നമ്മുടെ ബാധ്യത. 5. സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു മുമ്പ് അടിമയായിരുന്നു. ഈ പാഠവും അതിലെ തെദ്രിബാത്തുകളും അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.